ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3യുടെ ചാപ്റ്റർ 1 ബിയറിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3 നമ്മൾ ഒരു DME ഡിസൈൻ ഓഫ് മെഷർമെൻറ്റ്സിൻ്റെ നമുക്ക് എക്സാമിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3യിൽ തിയറി പാർട്ടുകൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ തിയറി പാർട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ 3. ഓക്കെ, 3 ചാപ്റ്റേഴ്സിലായിട്ട് ഒരുപാട് തിയറി പാർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ട് ബിയിലും പാർട്ട് സിയിലും തിയറി പാർട്ടുകൾ കൂടുതൽ വരും. അപ്പോൾ ഈ മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 അതാണ് കുറച്ച് കൂടുതൽ തിയറി സാധനങ്ങളുള്ളത്. നമുക്ക് പെട്ടെന്ന് വായിച്ചാലും മനസ്സിലാകുമോ ഒക്കെ അങ്ങനത്തെ ഒരു തിയറി ക്വസ്റ്റ്യൻസൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, സോ ചാപ്റ്റർ 1 ബിയറിങ്സിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. അപ്പോൾ ബിയറിങ്സിൽ നമുക്ക് വരുന്ന തിയറി പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈപ്സ് ഓഫ് ബിയറിങ്. ടൈപ്സ് ഓഫ് ബിയറിങ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ് ഉള്ളത്. 2 ടൈപ്പ് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയ ഉള്ളത്. ഒന്ന് അക്കോർഡിംഗ് എന്നാണ് ഇവിടെ എഴുതി കേട്ടോ, ഷോർട്ടാക്കി എഴുതിയാണ്. അക്കോർഡിംഗ് ടു ദി ലോഡ് 2 ടൈപ്പ് ബിയറിംഗ് ആണ്. ഒന്ന് ജേണൽ ബിയറിങ്, ഒന്ന് ത്രസ്റ്റ് ബിയറിങ്. ഓക്കെ, ഇപ്പോൾ ജേണൽ ബിയറിങ്ങിൻ്റെ വേറൊരു പേരാണ് റേഡിയൽ ബിയറിങ്. ഓക്കെ, ജേണൽ അല്ലെങ്കിൽ റേഡിയൽ ബിയറിങ്. രണ്ടാമത്തത് ത്രസ്റ്റ് ബിയറിങ്. ത്രസ്റ്റ് ബിയറിങ്ങിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പിവറ്റ് ഓർ ഫുട് സ്റ്റെപ്പ് ബെയറിംഗ്. പിവറ്റ് ഓർ ഫുട് സ്റ്റെപ്പ് ബെയറിങ്ങും അതുപോലെ തന്നെ കോളർ ബിയറിംഗ്. അതാണ് ലോഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയുന്ന 2 കാര്യങ്ങൾ, 2 ബിയറിങ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് കോണ്ടാക്റ്റ്. അതായത് ഷാഫ്റ്റും ആ ഒരു സർഫസും തമ്മിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു, അതിൻ്റെ 2 കാര്യങ്ങളാണ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്സും അതുപോലെ റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്സ്. സ്ലൈഡിങ് ആൻഡ് റോളിംഗ്. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ് ഇത് 2 ജേണൽ ആൻഡ് ത്രസ്റ്റ്. ഇപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ എക്സാമ്പിൾസാണ് ഈ ജേണൽ ബെയറിങ്ങും ത്രസ്റ്റ് ബെയറിങ്ങും. റോളിംഗ് കോണ്ടാക്റ്റിൻ്റെ ബെയറിംഗ് ആണ് ബോൾ ബിയറിംഗ്, റോളർ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ്. ഓക്കെ, ഇത്രയും ബെയറിങ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ജേണൽ അക്കോർഡിംഗ് ടു ദ ലോഡ്, ജേണൽ ആൻഡ് ത്രസ്റ്റിൽ 2 ടൈപ്പ് ഉണ്ട്, പിവറ്റ്, കോളർ. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് കോണ്ടാക്റ്റ്, സ്ലൈഡിങ് കോണ്ടാക്റ്റ്, റോളിംഗ് കോണ്ടാക്റ്റ്. സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ് ജേണൽ ആൻഡ് ത്രസ്റ്റ്. റോളിംഗ് കോണ്ടാക്റ്റിൻ്റെ എക്സാമ്പിൾസ് ബോൾ ബെയറിംഗ്, റോളർ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ്. ഇത്ര സംഗതികൾ. അപ്പോൾ ഇനി എന്താണ് ജേണൽ, എന്താണ് ത്രസ്റ്റ്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു അക്കോർഡിംഗ് ടു ദി ലോഡിനനുസരിച്ചിട്ടാണ് മാറുന്നത്. അപ്പോൾ ലോഡിനനുസരിച്ച് മാറുമ്പോൾ എന്താണ് ജേണൽ ബിയറിംഗ് വരിക? ജേണൽ ബിയറിങ്ങിൽ വരുന്ന ലോഡ് എന്താണ്? റേഡിയൽ ലോഡ്. ഓക്കെ, റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റ് ഈ ഒരു മോഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. മോഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ ബേസിലേക്ക് താങ്ങണം, ബേസിലേക്ക് നമുക്കതിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്ന ഇതാണ് ബിയറിങ്. ഓക്കെ, അപ്പോൾ റേഡിയൽ ലോഡാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇപ്പോൾ റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നോക്കുകയാണെങ്കിൽ ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരു കൈ വെള്ളയിൽ നമുക്കൊരു ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? റേഡിയൽ ബിയറിങ്. അപ്പോൾ ഇതാണ് ബിയറിങ്. ഓക്കെ, ഇത് ഷാഫ്റ്റ്. അതിനാണ് നമ്മളെന്ത് പറയുന്നത്? റേഡിയൽ ബിയറിങ് എന്ന് പറയുന്നത്. അതിനെ ജേണൽ ബിയറിങ് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഏത് പോർഷനാണോ ഈ ബിയറിങ്ങിൽ വരുന്നത്, ആ ഷാഫ്റ്റിൻ്റെ പോർഷനാണ് നമ്മൾ ജേണൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ജേണൽ ബിയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ലോഡാണ്? ആക്സിയൽ ലോഡ്. എന്ത് ലോഡാണ്? ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷാഫ്റ്റ് നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കണം. വെർട്ടിക്കൽ തന്നെ വെക്കണമെന്നില്ല,
നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ലോഡ് വരുന്നത്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഉണ്ടോ, ഇപ്പോൾ ഇതൊരു ബേസ്, ഈ ബേസിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. കൈക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട്, ആ ഫ്ലാസ്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. മനസ്സിലാവില്ലേ? അപ്പോൾ ഇത് നമ്മളുടെ ഷാഫ്റ്റ്, ഇത് ബിയറിങ്. ഓക്കെ, ഈ കൈയാണ് ബിയറിങ്. ഇപ്പോൾ ബിയറിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടീഷനാണ് അവിടെ വരിക, അല്ലേ? ഇതുപോലത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ അവിടെ വരുന്ന ലോഡ് എന്താണ്? ആക്സിൽ ലോഡാണ്. അതാണ് ത്രസ്റ്റ് ബെയറിങ്. ത്രസ്റ്റ് ബെയറിങ്ങിൽ പിവറ്റ് ഓർ ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിവറ്റ് ഓർ ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ഷാഫ്റ്റ് വിൽ ടെർമിനേറ്റ്സ് ഇൻ ദ ബിയറിംഗ്. ഷാഫ്റ്റ് ഈ ബിയറിങ്ങിൽ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്യും, അതവിടെ നിൽക്കും. കോളർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ പറയാം. if the shaft continues throughout the bearing, then it is called collar bearing. അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ, ഷാഫ്റ്റിനൊരു ഭാഗം ഡയമീറ്റർ കൂടും. ഇപ്പോൾ വേണമെങ്കിൽ സിംഗിൾ കോളറോ അല്ലെങ്കിൽ മൾട്ടി കോളറോ ഒക്കെ. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു മൾട്ടി കോളറാണ്. ഇപ്പോൾ 2 കോളർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ കോളർ ബിയറിംഗ് പറയുന്നത്. ഓക്കെ, ഇതാണ് കോളേഴ്സ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലോഡ് എടുക്കുക, കണ്ടോ. അപ്പോൾ ത്രസ്റ്റായി, നമ്മൾ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു ത്രസ്റ്റാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡ് വന്നു. അതിനാണ് എന്ത് പറയുന്നത്? കോളർ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോളർ ബിയറിംഗ് ആണെങ്കിൽ പിവറ്റ് ബിയറിംഗ് ആണെങ്കിലും നമുക്ക് രണ്ടും ആക്സിൽ ലോഡാണ് വരുന്നത്. പിവറ്റ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ഷാഫ്റ്റ് വിൽ ടെർമിനേറ്റ്സ് ഓൺ ദ ബിയറിംഗ്. കോളർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ഷാഫ്റ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ബിയറിംഗ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കോളേഴ്സ് ഓർ മൾട്ടി കോളേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നു കേട്ടോ. എല്ലാത്തിനും റേഡിയൽ ബിയറിംഗ് ഉണ്ട്, ഫുൾ ജേണൽ ബിയറിംഗ് ഉണ്ട്, പാർഷ്യൽ ജേണി. ഇപ്പോൾ ഫുൾ ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷാഫ്റ്റ് മുഴുവൻ ലോഡ് വരുന്നത് ഇങ്ങനെ വരുന്നതാണ് ഫുൾ ജേണൽ ബിയറിംഗ്. പാർഷ്യൽ ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് 120 ഡിഗ്രിയിൽ മാത്രമേ ലോഡ് വരുള്ളൂ. ഓക്കെ, അതാണ് പാർഷ്യൽ ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്, അതുപോലെ പിവറ്റ് ഉണ്ട്, കോളർ ബിയറിംഗ് ഉണ്ട്. എല്ലാത്തിനും നോട്ട്സ് ഇതിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇപ്പോൾ ജേണൽ ബിയറിംഗ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ കേട്ടോ. അതാണ് എൻ്റെ ഒരു വൃത്തി. ഇപ്പോൾ നമുക്കൊരു ഷാഫ്റ്റ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നൊരു ഷാഫ്റ്റ് കണ്ടോ. അപ്പോൾ ഇതാണ് ജേണൽ ബിയറിംഗ്, ഇങ്ങനെ ഉണ്ടാവും സംഗതി. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അപ്പോൾ അവിടെ റേഡിയൽ ലോഡ് എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഇവിടെ ഉണ്ട് കണ്ടോ. ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണെങ്കിൽ ഷാഫ്റ്റ് ടെർമിനേറ്റ്സ് ഓൺ ദ ബിയറിംഗ്. കോളർ ബിയറിംഗ് ആണെങ്കിൽ ദ ഷാഫ്റ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ബിയറിംഗ്. ഇതിപ്പോൾ സിംഗിൾ കോളറാണ്, ഇത് മൾട്ടി കോളറാണ്. ഓക്കെ, മൾട്ടി കോളർ എന്ന് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലായിട്ട് വരച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ നേച്ചർ ഓഫ് കോണ്ടാക്റ്റ് പ്രകാരമുള്ള ലോഡ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഉണ്ട്, റോളിങ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ വരച്ചാൽ മതി, ജേണലും ത്രസ്റ്റും തന്നെ വരച്ചാൽ മതി, അത് വ്യത്യാസമൊന്നുമില്ല. റോളിങ് കോണ്ടാക്റ്റ് ചോദിച്ചാൽ ബോൾ ബെയറിംഗ്, റോളർ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ്. അത് നമുക്ക് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടത് എന്തൊക്കെയാണ്? ബോൾ ബിയറിംഗ്, റോളർ, നീഡിൽ. ഓക്കെ, അപ്പോൾ ബോൾ ബിയറിംഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഒരു സംഗതി. എന്താണ്? നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗതി കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കപ്പിംഗ് കയറിലൊക്കെ നമ്മൾ കിണറിൽ യൂസ് ചെയ്യുന്ന കപ്പിംഗ് കയറൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് സംഗതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷാഫ്റ്റ് കണ്ടോ, ഈ ഷാഫ്റ്റ് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഈ ബോളുകൾ ഇങ്ങനെ സർക്കംഫറൻസിൽ കൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം എന്താവും? സ്റ്റേഷനറി ആവും. അതായിരിക്കും നമ്മൾ എന്താക്കുക, ഇവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കിണറിൽ യൂസ് ചെയ്യുന്ന കപ്പിംഗ് കയറാണെങ്കിൽ നമ്മൾ അവിടെ ഒരു കിണറിൻ്റെ മുകളിൽ ഒരു ക്രോസ് ബാർ വെച്ചൊരു ഹൂക്ക് ഫിറ്റ് ചെയ്യുക അല്ലേ? ആ ഹൂക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറിയാണ്. അതിന് താഴെയായിരിക്കും നമ്മൾ ഈ ഒരു ബിയറിംഗ് കൊടുക്കുക. അതിൽ കൂടെ റോൾ ചെയ്യുന്ന സാധനമാണ് ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ഇന്നർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതിനിവിടെ ബോൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ബോൾസ് ഈ ഔട്ടർ സാധനത്തിൻ്റെ പെരിഫറി കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുക. അത് തന്നെയാണ് സംഗതി. അപ്പം മൂന്നിൻ്റെ വർക്കിംഗ് എല്ലാം സെയിം തന്നെയാണ്. മൂന്നിൻ്റെ കൺസ്ട്രക്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാത്തിനും വർക്കിംഗ് സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷനും സെയിം ആണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രോസ് സെക്ഷനിലും ഷേപ്പിലും വരുന്ന വ്യത്യാസമാണ് ഇതിന് മൂന്നും
മാറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ടർ റേസ് ഉണ്ടാകും, അതിനുശേഷം ഒരു ബോൾ ഉണ്ടാകും, ഒരു ഇന്നർ റേസ് ഉണ്ടാകും, ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇതന്നെയായിരിക്കും താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഒരു കേസ്, ഇവിടെ ഔട്ടർ റേസ്. ഓക്കെ, ഇത് ഔട്ടർ റേസ്, ഇതിൻ്റെ ഇടയിൽ ബോൾ ഉണ്ടാവും, ഇവിടെ ഇന്നർ റേസ് ഉണ്ടാവും, ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവും. ഇത്രയാണ് സംഗതി. അപ്പോൾ ഈ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ ഷേപ്പിനായിരിക്കും. പ്യുവർലി ബോൾ ഷേപ്പ് ആണെങ്കിൽ അത് ബോൾ ബിയറിംഗ് ആയി. ഇനി ഇതേ സംഗതി നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഔട്ടർ റേസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്നർ റേസ് ഉണ്ടാവും. ഇന്നർ റേസിന് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റോളർ. കണ്ടോ, ബോളിന് പകരം ഒരു റോളർ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ, ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. റോളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സിലിണ്ട്രിക്കൽ ഷേപ്പ്. കണ്ടോ, ബോളിന് പകരം ഒരു റോളർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നീഡിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നീഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ടർ റേസ് ഉണ്ടാവും, അതുപോലെ ഒരു ഇന്നർ റേസ് ഉണ്ടാവും. ഇവിടെ നീഡിലേക്ക് ഉണ്ടാവുക. കണ്ടോ, ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പോൾ നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മളുടെ ചപ്പാത്തി പരത്തുന്ന അതേ സാധനം, അത് തന്നെ, സെയിം സാധനം തന്നെ. ഇവിടെ എങ്ങനെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളിവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡീപ്പായിട്ട് ചോദിക്കില്ല എന്നാലും ഞാൻ പറയാണ്. വ്യത്യാസം പറഞ്ഞാൽ ഈ ബോൾ ബിയറിംഗ് ആണെങ്കിലും റോളർ ബിയറിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു കേജ് ഉണ്ടാവും. കണ്ടോ, ഒരു കൂട്. അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ആക്സിലി ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിലിട്ടിട്ടാണ് അടയ്ക്കുക. അതാണ് ബോൾ ബിയറിംഗ് റോളർ ബിയറിംഗിൽ ഒരു കൂട്ടിലിട്ടിട്ട് അടയ്ക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു എന്തുണ്ടാവും? കേജ് ഉണ്ടാവും. നീഡിൽ ബിയറിങ്ങിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഷാഫ്റ്റാണ്, രണ്ട് ഭാഗം ഫിക്സഡാണ്. ഈ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒരു കുഴപ്പമില്ല, അത് മിസ്അലൈൻമെൻറ്റ് വരില്ല. കാരണം എന്താ, ഈ ഷാഫ്റ്റിനുള്ളിൽ തന്നെ കിടന്ന് കറങ്ങുക. അതുകൊണ്ട് നീഡിൽ ബിയറിങ്ങിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡസൻറ്റ് നീഡ് കേജ്. ഓക്കെ, അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതേപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ബാക്കി വരയ്ക്കാനുണ്ട്. ഇവിടെ ഞാൻ ബാക്കി വരച്ചിട്ടില്ല, നീഡിൽ ബിയറിങ്ങിൻ്റെ ബാക്കി വരച്ചില്ല. ഇതേപോലെ കണ്ടോ, ബോൾ ബിയറിങ് വരച്ച പോലെ തന്നെ റോളറും നീഡിലും വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റോളിംഗ് കോണ്ടാക്ട്. 7 മാർക്കിനൊക്കെ പലപ്പോഴും ചോദിച്ച സംഗതിയാണ് റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിനെ കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ കമ്പൈൻഡ് റേഡിയൽ ആൻഡ് ആക്സിൽ ലോഡ് എടുക്കാൻ പറ്റും. അതാണ് ഈ റോളിംഗ് ബിയറിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അതായത് റേഡിയൽ സ്ലൈഡിങ് ആണെങ്കിൽ റേഡിയൽ ബിയറിംഗ് വേറെ വേണം, ആക്സിൽ ബിയറിംഗ് വേറെ വേണം. ഓക്കെ, പിന്നെ കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും, സ്റ്റാർട്ടിങ് ഫ്രിക്ഷൻ കുറവായിരിക്കും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയിൻ്റാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. ലൂബ്രിക്കേഷൻ കൊടുക്കാൻ ഈസി ആയിരിക്കും. വളരെ വിശ്വാസമുള്ള സാധനമാണ്, റിലയബിൾ ആൻഡ് സർവീസാണ്. ആക്യുറേറ്റ് എലമെൻറ്റ് ഓഫ് പാർട്സ്, നമുക്ക് ഒരു പാർട്സിൻ്റെ അലൈൻമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ്. അതുപോലെ കോണ്ടാക്ട് സർഫസസ് നോയ്സ് ഉണ്ടാക്കും. പിന്നെ ഡിസൈൻ ഓഫ് ബിയറിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഗുഡ് ക്വാളിറ്റി ലൂബ്രിക്കൻ്റ് അതിന് ആവശ്യമാണ്. സ്ലൈഡിങ് കോണ്ടാക്റ്റിന് സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതിന് ഗുഡ് ക്വാളിറ്റി ലൂബ്രിക്കൻ്റ് ആവശ്യമാണ്. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനി വരാവുന്നൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അപ്പോൾ നിങ്ങളോട് ഇവിടെ 2 മാർക്കിന് ചോദിക്കും ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്താണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്, Zn/Pb, L/D ആൻഡ് D/C. അതിൽ Zn/Pb ആണ് എന്ത് പറയുന്നത്? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓർ ബിയറിംഗ് മൊഡ്യൂൾ. ഓക്കെ, ഇത് ഒരു 2 മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ബിയറിംഗ് മൊഡ്യൂൾ എന്താണ്, അല്ലെങ്കിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്താണ്, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഇത്. ഓക്കെ, ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, μ = 0.33 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിയറിംഗ് മൊഡ്യൂൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, പിന്നെ ഓയിൽ കൊടുക്കുന്തോറും ഫ്രിക്ഷൻ കുറഞ്ഞു വരും, പിന്നെ സ്പീഡ് കൂടുന്തോറും ഫ്രിക്ഷൻ കൂടി വരും. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സംഗതികൾ, ഗ്രാഫും അതുപോലെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറും. ഓക്കെ, ഇത്രയാണ് മൊഡ്യൂൾ 3 ഫസ്റ്റ് ചാപ്റ്ററിൽ ബിയറിങ്ങിലുള്ള തിയറി പാർട്ട്.